അപ്പോൾ നമ്മൾ ഹെഡർ ക്രിയേറ്റ് ചെയ്തു. നെക്സ്റ്റ് നമ്മൾ ഫൂട്ടറാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഡാഷ്ബോർഡിൽ ഹെഡർ ആൻഡ് ഫൂട്ടർ ക്ലിക്ക് ചെയ്തിട്ട് ഹെഡർ ഓൾറെഡി ഇപ്പോൾ എലമെൻറ്റർ എന്ന് വന്നിട്ടുണ്ടാവും. നമ്മൾ ഓൾറെഡി എലമെൻറ്ററിൽ അത് എഡിറ്റ് ചെയ്തു. നെക്സ്റ്റ് ഫൂട്ടർ ക്ലിക്ക് ചെയ്യാം. ഇത് കൺട്രോൾ പ്രസ് ചെയ്ത് ക്ലിക്ക് ചെയ്യാം അപ്പോൾ നല്ലത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ പുതിയൊരു ടാബായിട്ട് ഓപ്പൺ ആവും. ഓക്കെ, എന്നിട്ട് നെക്സ്റ്റ് ബാക്കി എല്ലാ സെറ്റിങ്സും നമ്മളിവിടെ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ എഡിറ്റ് വിത്ത് എലമെൻറ്റർ കൊടുക്കുക. ഓക്കെ, അപ്പോൾ നേരെ എലമെൻറ്ററിൻ്റെ എഡിറ്ററിലേക്ക് പോയി. ഓക്കെ, ഫസ്റ്റ് ഞാൻ അതിൻ്റെ ലേഔട്ട് നമ്മൾ ഹെഡർ ചെയ്ത പോലെ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. നമ്മൾ ഇവിടെ വരയ്ക്കാൻ പോണ ഓരോ ബോക്സസ് ഉണ്ടല്ലോ, ഓരോ ബോക്സും ഈ ഒരു കണ്ടെയ്നറില്ലേ, ഈ കണ്ടെയ്നറായിട്ടാട്ടോ നമ്മൾ ഇമാജിൻ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണ് ഇത് വർക്ക് ആവുന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫൂട്ടർ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇത് 2 സെക്ഷനായിട്ടാണ് വരുന്നത്. ആദ്യം മേലെയും പിന്നെ താഴെ സെയിം ബാക്ക്ഗ്രൗണ്ട് കളർ തന്നെയാണല്ലോ വരുന്നത്. അപ്പോൾ ആദ്യം ഈ ഒരു മെയിൻ ബോക്സ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്ത് ഒന്ന് ഫുൾ വിഡ്ത്തിൽ തന്നെ ഒന്ന് മേലെയും പിന്നെ താഴെയായിട്ട് കിട്ടണം. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്ന് ഡ്രോ ചെയ്ത് തരാം. ഇതാണ് നമ്മളൊരു ഫൂട്ടറിൻ്റെ മെയിൻ റാപ്പർ വരുന്നത്. എന്നിട്ട് ഇതിന് നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കും. ഓക്കെ, എന്നിട്ട് ഫസ്റ്റ് കൊടുക്കാൻ പോണതിന് അതിൻ്റെ ഡയറക്ഷൻ ഉണ്ടല്ലോ അത് താഴോട്ട് തന്നെ കൊടുക്കും. അതിനകത്ത് വേറൊരു കണ്ടെയ്നർ വരുമ്പോൾ അത് താഴെയായിട്ട് തന്നെ കിടക്കും. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഓക്കെ, ഞാൻ വേറൊരു ബോക്സ് വരയ്ക്കാൻ പോവാണ്. ഇത് നമ്മൾ ടോപ്പിലുള്ള ഈ സർവീസസ് പിന്നെ കമ്പനി അങ്ങനത്തെ കാര്യങ്ങളുണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട് അതിൻ്റെ അകത്തൊരു റോം കൂടെ ക്രിയേറ്റ് ചെയ്യാം. താഴെയുള്ളത് മെയിൻ റാപ്പറാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ താഴെ ഒന്നും കൂടെ നമുക്ക് ഈ ഒരു കോപ്പിറൈറ്റിൻ്റെ ഈ ഒരു സെക്ഷനാണല്ലോ, അതിന് വേണ്ടിയിട്ട് വേറൊരു റാപ്പറും കൂടെ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിത് ചെയ്യാൻ പോണത്. എന്നിട്ട് ഇതിന് നമ്മൾ മെയിൻ ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കും ഫസ്റ്റുള്ള റാപ്പറിന്. ഓക്കെ, പിന്നെ ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ ഡയറക്ഷൻ ഉണ്ടല്ലോ, ഇതിൻ്റെ അകത്ത് നമുക്ക് 5 കോളംസ് കൊടുക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡയറക്ഷൻ നമ്മൾ എന്ത് ചെയ്യും, റോ മോഡലാക്കും ഈ ഒരു കണ്ടെയ്നറിൻ്റെ ഡയറക്ഷൻ. ഓക്കെ, അങ്ങനെ ആക്കി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഉള്ളിൽ നമുക്ക് കുറച്ച് കോളംസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. കണ്ടോ, ഇതിന് ഡയറക്ഷൻ കൊടുത്തതിന് ശേഷം അതിനകത്ത് നമ്മളൊരു 5 4 ഓക്കെ, അപ്പോൾ നമ്മൾ ഈ റോണിൻ്റെ ഉള്ളിൽ ഒരു 5 കോളം ക്രിയേറ്റ് ചെയ്യും. പിന്നെ ഈ ഒരു ഉണ്ടല്ലോ, ഇത് നമ്മളൊരു വിഡ്ജറ്റായിട്ട് തന്നെ കൊടുക്കുക, ഒരു ടെക്സ്റ്റ് ബോക്സ് ആക്കിയിട്ട് നെക്സ്റ്റ് റോയിലൊരു സെൻട്രൽ ലൈനായിട്ട് ഇതും കൊടുക്കാം. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് ഒന്നും കൂടെ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് എഴുതി കാണിച്ചു തരാം. ആദ്യം നമ്മളൊരു മെയിൻ കണ്ടെയ്നർ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, അതാണ് ഈ ബാക്കിലുള്ള ഈ ഒരു വൈറ്റ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു സബ്ബായിട്ടുള്ള ഒരു 2 റോ ക്രിയേറ്റ് ചെയ്യും. ഒന്ന് ഈ ഒരു റെഡും പിന്നെ ഈ ഒരു ഒരു സബ് റോ നമ്മൾ ഇവിടെയും ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, പിന്നെ അതിൻ്റെ അകത്ത് നമ്മൾ ഓരോ കോളംസ് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, ഇത് ഈ ഒരു നീല ബോക്സൊക്കെ നമ്മൾ ഓരോ കോളംസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതൊന്ന് ചെയ്ത് നോക്കാം. പിന്നെ ഇതിൻ്റെ മുമ്പ് വേറൊരു കാര്യം ഞാൻ ഫസ്റ്റ് കഴിഞ്ഞ വീഡിയോയിൽ പറയാൻ വെച്ചിരുന്നു. നമ്മൾ ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന ടൈമിൽ അപ്പോൾ ആവശ്യമുള്ള മാത്രം കാര്യങ്ങളാണ് കേട്ടോ പറയുന്നത്. ഇപ്പോൾ എലമെൻറ്ററിൻ്റെ ഓവർവ്യൂ പറഞ്ഞ ടൈമിൽ നമ്മളിത് ഫുള്ളൊന്നും എല്ലാ വിഡ്ജറ്റൊന്നും പരിചയപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ നമ്മൾ നോർമൽ ഒരു കോഴ്സ് ചെയ്യാറ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം തിയറി ഫുള്ള് പറഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചെയ്യാം. അപ്പോൾ ചിലപ്പോൾ തിയറിയിലുള്ള കുറേ കാര്യങ്ങൾ പ്രാക്ടിക്കലായിട്ട് നമുക്ക് ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പ്രാക്ടിക്കൽ മാത്രമാണ് അവിടെ ചെയ്യാൻ പോകുന്നത്. ചെയ്തിട്ട് ആ ചെയ്യുന്ന ടൈമിൽ ഒരു
റിയൽ പ്രോജക്റ്റ് നമുക്ക് ചെയ്യുന്ന ടൈമിൽ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഇതിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഫീഡ്ബാക്ക് ഒന്ന് പറയാം ലാസ്റ്റ്. ഫുൾ എല്ലാ വീഡിയോസും ഒന്ന് കാണും, ഒന്നും മനസ്സിലായില്ല എന്ന് വിചാരിച്ച് സ്കിപ്പ് ചെയ്യണ്ട. എല്ലാ വീഡിയോസും ഒന്ന് കണ്ടിട്ട് അതിൻ്റെ കൂടെ ചെയ്തിട്ട് ലാസ്റ്റ് നോക്കുക എത്രത്തോളം നിങ്ങൾക്ക് ഐഡിയ കിട്ടി എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമ്മളൊരു കണ്ടെയ്നർ ക്രിയേറ്റ് ചെയ്യാൻ പോകണം. അതായത് നമ്മൾ ഈ ഒരു മെയിൻ കണ്ടെയ്നർ ഉണ്ടല്ലോ, ആ മെയിൻ കണ്ടെയ്നർ ക്രിയേറ്റ് ചെയ്യാൻ പോകണം. അപ്പോൾ ഇതിൻ്റെ കളറ് ജസ്റ്റ് ഒന്ന് ഞാൻ ഇവിടുന്ന് കോപ്പി ചെയ്യണുണ്ട്. ഓക്കെ, ഇതാണ് ഒരു മെയിൻ കണ്ടെയ്നർ വരുന്നത്. അതിൻ്റെ ഡയറക്ഷൻ നമ്മൾ വെർട്ടിക്കലായിട്ട് കൊടുക്കും. അതിൻ്റെ ഉള്ളിലൊരു കണ്ടൻറ്റ് വരുമ്പോൾ ഒന്ന് കൂടുതൽ കണ്ടൻറ്റ് വരുമ്പോൾ അത് താഴോട്ട് തന്നെ വന്ന് കിടക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതൊന്ന് ഗ്യാപ്പ് ഇതൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, കണ്ടോ? ഇപ്പോൾ ഒരു കണ്ടെയ്നറായി അതിന് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് കളർ സ്റ്റൈലിൽ ഈ ബാക്ക്ഗ്രൗണ്ട് ടൈപ്പ് എന്നുണ്ടല്ലോ, ഇത് ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഇവിടെ കളർ പിക്കർ ഉണ്ടാവും, അവിടെ നമ്മൾ അവിടുന്ന് കോപ്പി ചെയ്ത ഹെക്സാ കോഡ് ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിനൊരു ബാക്ക്ഗ്രൗണ്ട് കളർ വന്നു. ഓക്കെ, പിന്നെ ഇതിൻ്റെ അകത്ത് നമ്മളൊരു 2 കണ്ടെയ്നറും കൂടെ ക്രിയേറ്റ് ചെയ്യാൻ പോകണം. അതായത് ഈ ഒരു 2 റെഡ് ഉണ്ടല്ലോ, നമ്മൾ 2 റോ ക്രിയേറ്റ് ചെയ്യാൻ പോകണം. ഓക്കെ, അപ്പോൾ ഞാനൊരു കണ്ടെയ്നർ ഡ്രാഗ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഈ ഗ്യാപ്പും പിന്നെ മാർജിനും പാഡിങ്ങും ഒന്ന് ഒഴിവാക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഒരു കണ്ടെയ്നർ ക്രിയേറ്റ് ആയി. അതൊന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഡ്യൂപ്ലിക്കേറ്റ് കൊടുത്താൽ ഒന്നും കൂടെ അത് ഡ്യൂപ്ലിക്കേറ്റ് ആയി. അത് കണ്ടോ, അത് താഴോട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഈ ഒരു റോവിനകത്ത് കുറച്ച് ഒരു 5 കോളംസ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് നമ്മൾ ഈ സെറ്റിങ്സ് ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നുണ്ട്. അപ്പോൾ ഇതാണല്ലോ നമ്മളെ ഫസ്റ്റ് റോ വരുന്നത്. അതായത് ഈ ഒരു റോ നമ്മളെ ടോപ്പിലുള്ള ഈ ഒരു സബ് റോ. അപ്പോൾ അതിൻ്റെ ഡയറക്ഷൻ ആദ്യം നമുക്ക് എന്ത് കൊടുക്കണം, ഹൊറിസോണ്ടലാക്കി കൊടുക്കണം. അപ്പോൾ അതിന് ജസ്റ്റ് ഈ ഒരു റോ ക്ലിക്ക് ചെയ്യാം. റോ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ ഒരു ഡയറക്ഷൻ കണ്ടോ, ഡയറക്ഷൻ ഹൊറിസോണ്ടൽ കൊടുക്കാം. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ എന്ത് ഐറ്റം കണ്ടെയ്നർ ആയാലും അല്ല വേറെ എന്തെങ്കിലും ഐറ്റം ആഡ് ചെയ്താലും അത് ഹൊറിസോണ്ടലി റൈറ്റ് സൈഡിലേക്ക് നിൽക്കും. ഓക്കെ, അതിങ്ങനെ നേരെ വന്ന് നിൽക്കും എന്ത് ഐറ്റം അതിൻ്റെ അകത്ത് ആഡ് ചെയ്താലും. ഓക്കെ, പിന്നെ ഈ ജസ്റ്റിഫൈ കണ്ടൻറ്റും പിന്നെ അലൈൻ ഐറ്റംസും ഞാൻ സെപ്പറേറ്റ് ഒന്ന് പറഞ്ഞുതരാം കേട്ടോ. അത് നമുക്ക് ഒരുവിധം ഇതിൽ എന്ത് ചെയ്യുമ്പോഴും ആവശ്യമുള്ളൊരു കാര്യമാണ്. ജസ്റ്റ് ഞാനൊരു റോ ക്രിയേറ്റ് ചെയ്യും. ഇതൊരു റോ, അതിൻ്റെ അകത്ത് നമ്മൾ കോളംസ് ആഡ് ചെയ്യും. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ ഒരു കോളം മാത്രമല്ല എന്ത് ഐറ്റം ആഡ് ചെയ്താലും പിന്നെ ഒരു 3 ഇതൊരു കോളംസ് ആയിട്ട് കൂട്ടാം. അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും എന്ത് ഐറ്റം ആയി കൂട്ടിയാലും കുഴപ്പമില്ല. ഈ റോൻ്റെ അകത്ത് ഞാനൊരു റോൻ്റെ ഡയറക്ഷന് ഹൊറിസോണ്ടൽ കൊടുത്തിട്ട് അതിൻ്റെ അകത്ത് ഞാനിപ്പോൾ ഒരു 3 ഐറ്റംസ് ആഡ് ചെയ്തു. എന്നിട്ട് ഈ റോ ഉണ്ടല്ലോ, ഈ റോക്ക് നമ്മൾ ഇപ്പോൾ ഇവിടെ കുറച്ച് കാര്യങ്ങൾ കണ്ടോ, ജസ്റ്റിഫൈ കണ്ടൻറ്റ്, സ്റ്റാർട്ട്, സെൻറ്റർ, എൻഡ്, സ്പേസ് ബിറ്റ്വീൻ, സ്പേസ് അറൗണ്ട്, സ്പേസ് ഈവൻലി, ഇത്രയും കാര്യങ്ങൾ ഇതിൻ്റെ ഉള്ളിലുള്ള ഐറ്റംസ് ഉണ്ടല്ലോ അത് ഹൊറിസോണ്ടലി അലൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റിഫൈ കണ്ടൻറ്റ് വരുന്നത്. ഓക്കെ, ഹൊറിസോണ്ടലി എന്ന് പറയുമ്പോൾ ഈ ലെഫ്റ്റ് റൈറ്റ് ഈ ഒരു രീതിയിൽ അലൈൻ ചെയ്യാൻ, ഇവിടെ വേണോ അല്ലെങ്കിൽ ഇവിടെ വേണോ അല്ലെങ്കിൽ സെൻറ്റർ ആക്കണോ, ആ രീതിയിൽ അലൈൻ ചെയ്യാനാണ് ഈ ജസ്റ്റിഫൈ കണ്ടൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അത് വെർട്ടിക്കലി അലൈൻ ചെയ്യാനാണ് അലൈൻ ഐറ്റംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും ഒരുപോലെ ഉണ്ടാവില്ല. അപ്പോൾ സ്പേസ് ബിറ്റ്വീനൊന്നും അലൈൻ ഐറ്റംസിലില്ല. കാരണം എന്താ വെച്ചാൽ നമ്മളൊരു ഫ്ലക്സ് വരുമ്പോൾ ആ ഡയറക്ഷൻ ഹൊറിസോണ്ടൽ കൊടുക്കുമ്പോൾ പിന്നെ ഹൊറിസോണ്ടലി ഒരൈറ്റം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഒരു രീതിയിൽ സ്പേസ് ബിറ്റ്വീനൊന്നും കൊടുക്കാനില്ലല്ലോ. അത് ഞാൻ പറഞ്ഞുതരാം, നമ്മൾ ഈ എക്സാമ്പിൾ ചെയ്യുന്ന ടൈമിൽ ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റിഫൈ കണ്ടൻറ്റിൻ്റെ ഓരോ കാര്യങ്ങൾ ഇതിലൊന്ന് നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ജസ്റ്റിഫൈ ഈ ഒരു രീതിയിൽ അലൈൻ ചെയ്യാനാണ് ജസ്റ്റിഫൈ യൂസ് ചെയ്യുക. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇത്രയും കാര്യങ്ങളല്ല ഉള്ളത്, ഇത്രയും വിഡ്ജറ്റ്. ഇപ്പോൾ ഈ റോക്ക് നമ്മൾ ജസ്റ്റിഫൈ കണ്ടൻറ്റ് സ്റ്റാർട്ട് കൊടുക്കുകയാണെങ്കിൽ, അതായത് ഈ ഒരു ഫസ്റ്റിലെ ജസ്റ്റിഫൈ കണ്ടൻറ്റ് സ്റ്റാർട്ട് കൊടുക്കുകയാണെങ്കിൽ
എന്താവും, ഇതിൻ്റെ അകത്തുള്ള ഈ ഐറ്റംസൊക്കെ ഉണ്ടല്ലോ അത് ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ ഈ ഒരു എൻഡിൽ വന്ന് നിൽക്കും. ഓക്കെ, ആ റോക്ക് നമ്മൾ ജസ്റ്റിഫൈ കണ്ട് സ്റ്റാർട്ട് കൊടുത്താൽ, അത് സെൻറ്റർ കൊടുത്താൽ എന്താവും, അത് ഈ ഒരു രീതിയിൽ സെൻറ്ററായിട്ട് വന്ന് നിൽക്കും. ഓക്കെ, പിന്നെ എൻഡ് കൊടുത്താൽ ഇവിടെ എൻഡിലോട്ട് വന്ന് നിൽക്കും. ഓക്കെ, പിന്നെ ഉള്ളതാണ്, പിന്നെ ഒരു 2 കാര്യങ്ങളും കൂടെ ഉണ്ട്, അല്ല 3 കാര്യങ്ങൾ: സ്പേസ് ബിറ്റ്വീന്, സ്പേസ് അറൗണ്ട്, സ്പേസ് ഈവൻലി. അതും കൂടെ പറഞ്ഞാൽ, സ്പേസ് ബിറ്റ്വീൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു 3 കാര്യങ്ങളുണ്ടല്ലോ, അതിൽ ഫസ്റ്റത്തെ ഐറ്റം ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ വന്ന് നിൽക്കും. പിന്നെ ലാസ്റ്റുള്ള ഐറ്റം ഉണ്ടല്ലോ, ലാസ്റ്റുള്ള ഐറ്റം ഈ ഒരു റൈറ്റ് സൈഡിലും വന്ന് നിൽക്കും. പിന്നെ അതിൻ്റെ ഇടയിലുള്ള ഐറ്റംസൊക്കെ ഈക്വലി സ്പേസ് ഇട്ടിട്ട് ഇതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് ഉണ്ടല്ലോ അത് ഈക്വലി ആക്കിയിട്ട് അലൈൻ ചെയ്ത് നിൽക്കും. അതാണ് സ്പേസ് ബിറ്റ്വീൻ. ഈ ഒരു സ്പേസ് ബിറ്റ്വീന് നമുക്കൊരു വിധം നമ്മൾ ഫ്ലക്സ് ഡയറക്ഷനിൽ റോ കോളം ചെയ്യുന്ന ടൈമിൽ ഒരു വിധമൊക്കെ നമുക്ക് ആവശ്യമുള്ളതാണ്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ഉള്ളതാണ് സ്പേസ് ഈവൻലി എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്പേസ് അറൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു 3 ഐറ്റംസ് ആണല്ലോ റോൻ്റെ അകത്തുള്ളത്, അതിൽ ഈ ഓരോ ഐറ്റംസിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് ഉണ്ടല്ലോ അത് ഈക്വലാകും. ഈ 2 സ്പേസും ഈക്വലായിട്ട് അതിൻ്റെ പകുതി ഇപ്പോൾ ഈ റോൻ്റെ സൈഡ് റോവും ഐറ്റം തമ്മിൽ വരുന്നുണ്ടല്ലോ അത് ഇതിൻ്റെ പകുതി ആയിട്ട് വെക്കും. അതാണ് സ്പേസ് അറൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ സ്പേസ് ഈവൻലി എന്ന് പറഞ്ഞാൽ എല്ലാ സ്പേസും ഈ ഓരോ ഗ്യാപ്പും ഈക്വലാക്കിയിട്ട് അലൈൻ ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് ജസ്റ്റിഫൈ കണ്ടൻറ്റ് വരുന്നത്. ഇതൊന്നും ഇങ്ങനെ ടേംസ് കാണാതെ പഠിക്കേണ്ട ഒരു കാര്യമില്ല. നമുക്കൊരു ഡിസൈന് കിട്ടിയാൽ അത് വിഷ്വലി ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയാൽ മതി. അപ്പോൾ അതിന് അറിഞ്ഞിരിക്കാനേ പറഞ്ഞു എന്നുള്ളൂ ഇത്രയും കാര്യങ്ങളൊക്കെ. പിന്നെ അലൈൻ ഐറ്റംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വെർട്ടിക്കലി അലൈൻ ചെയ്യാൻ, അതായത് ഇപ്പോൾ ഒരു 3 ഐറ്റം ഈ റോക്ക് നമ്മൾ അലൈൻ ഐറ്റം സ്റ്റാർട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിൽ തന്നെ ഉണ്ട് അലൈൻ ഐറ്റം സ്റ്റാർട്ട് കൊടുത്താൽ ഇത് ടോപ്പിൽ വന്ന് നിൽക്കും, എൻഡ് കൊടുത്താൽ താഴെ എല്ലാ ഐറ്റംസും താഴെ വന്ന് നിൽക്കും, സെൻറ്റർ കൊടുത്താൽ എല്ലാ ഐറ്റം സെൻറ്ററായിട്ട് നിൽക്കും. അപ്പോൾ ഇത്രയാണ് അലൈൻ ഐറ്റംസും അതുപോലെ ജസ്റ്റിഫൈ കണ്ടൻറ്റും വരുന്നത്. അപ്പോൾ പറഞ്ഞിരുന്നാൽ മതി, നമുക്ക് വിഷ്വലി ഒരു ഡിസൈൻ കിട്ടിയാൽ അത് വിഷ്വലി എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്, അത് അറിഞ്ഞിരുന്നാൽ മതി നമുക്ക്. ഓക്കെ, അപ്പോൾ ഓക്കെ നെക്സ്റ്റ് നമുക്ക് ഇതിൽ കോളംസ് ആഡ് ചെയ്യാം. അപ്പോൾ ഇതിന് ഡയറക്ഷൻ ഹൊറിസോണ്ടൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റിഫൈയും അലൈൻ ഐറ്റംസ് ഇപ്പോൾ ഇതിന് കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ നമുക്കൊരു കണ്ടെയ്നർ ഡ്രാഗ് ചെയ്തിടാം. ഓക്കെ, ഇപ്പോൾ അതിൻ്റെ അകത്ത് കണ്ടോ ഒരു കണ്ടെയ്നർ വന്നു, എന്നിട്ട് ഇതിൻ്റെ ഈ ഗ്യാപ്പും പിന്നെ മാർജിനും പാഡിങ്ങും ഒന്ന് റിമൂവ് ചെയ്യുന്നുണ്ട്. ഇത് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇവിടെ ഈ കണ്ടെയ്നർ ഉണ്ടല്ലോ ഇത് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ പേര് മാറ്റാം. എന്തെങ്കിലും കോളംന്നോ അല്ലെങ്കിൽ ഫൂട്ടർ കോളംന്നോ എന്തെങ്കിലും കൊടുക്കാം. ഒരു കോളംന്ന് കൊടുക്കുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് ഇത് ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കുക. അപ്പോൾ കണ്ടോ അതിൻ്റെ നേരായിട്ട് തന്നെ അടുത്തൊരു കോളം വന്നു. അപ്പോൾ നമുക്കിതിൽ ടോട്ടൽ 5 കോളംസ് കാണും. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്നും കൂടെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യണം, 3 എണ്ണമായി. വീണ്ടും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തു, 4 കോളംസായി. പിന്നെ ഒന്നും കൂടെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തു, ടോട്ടൽ 5 കോളം കിട്ടി. അപ്പോൾ നമ്മൾ വിഡ്ത്തും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. വിഡ്ത്തൊന്നും ഇപ്പോൾ ഒരു ഡയറക്ഷൻ ഒരു റോക്ക് ഡയറക്ഷൻ ഹൊറിസോണ്ടൽ കൊടുത്തിട്ട് അതിൻ്റെ അകത്ത് കോളം ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിന് ഈക്വൽ വിഡ്ത്തായിട്ടാവും വരിക. കണ്ടോ, എല്ലാത്തിനും ഈക്വൽ സ്പേസ് ആണുള്ളത്. അപ്പോൾ നമ്മൾ വിഷ്വലി അതുപോലെ ഇവിടെ ഡിസൈൻ എടുത്തിട്ടുണ്ടെങ്കിൽ കണ്ടോ ഇതിന് ഫസ്റ്റത്തേതിന് കുറച്ചധികം സ്പേസ് ഉണ്ട്, രണ്ടാമത്തതും കുറച്ചുണ്ട്, പിന്നെ 3ഉം 4ഉം തീരെ സ്പേസ് ഇല്ല, പിന്നെ 5ആമത്തത് കുറച്ചും കൂടെ സ്പേസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇത് വെച്ചിട്ടൊന്ന് നോക്കാം. ഇത് ടോട്ടൽ വരുന്നത് 100% ആവും. അതിൻ്റെ അകത്ത് എത്ര പെർസെൻറ്റേജാണ് ഈ ഓരോ കോളംസും വരുന്നത് എന്നൊന്ന് നോക്കാം. ഒന്ന് ഇമാജിൻ ചെയ്താൽ മതി. ഇപ്പോൾ ഇതിനൊരു 40% കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ബാക്കി 60% ആണ് ഉണ്ടാവുക. അതിൽ
ആ 60%-ൽ ഇതിന് ഓരോന്നിനും എത്ര കൊടുക്കാൻ പറ്റും നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഞാൻ ഇങ്ങനെയൊന്നും നോക്കേണ്ട ആവശ്യമില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ബോക്സ് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിനൊരു 40% നമ്മൾ കൊടുക്കാൻ പോണത്. ഇതിനൊരു 40 കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിനൊരു 20 കൂട്ടാം. ഇതിന് 40 വേണമെന്നില്ല, ഒരു 30 ഒക്കെ കൊടുത്താൽ മതി. ഓക്കെ, ഇതിനൊരു 40 അല്ലെങ്കിൽ ഇതിനൊരു 30 കൊടുക്കാം, 30% കൊടുക്കാം. അത്ര സ്പേസ് മതിയാവും തോന്നണം. ജസ്റ്റ് നമുക്ക് ഡിസൈൻ ചെയ്തതിൻ്റെ ശേഷം നോക്കാം എങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ഇതിനൊരു 20 കൊടുത്ത് നോക്കാം. ഓക്കെ, ഇതിനൊരു 20%, പിന്നെ ഇതിനൊരു 10%. ഇത് ഒരു ഒറ്റ വേർഡ്സ് അല്ലേ വരുന്നുള്ളൂ, അപ്പോൾ ഇതിനൊരു 10% കൊടുക്കാം. ഇതിനൊരു 10%, അപ്പോൾ 60% ആയി. ഇപ്പോൾ ബാക്കിയൊരു 40% ആണുള്ളത്. അപ്പോൾ അതിനൊരു വേണമെങ്കിൽ 20, ഇതിന് രണ്ടിനും ഈക്വലായിട്ട് കൊടുക്കാം. 20% ആയിട്ട് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതിനൊരു 10%, ഇത് കുറച്ചും കൂടെ വിടുത്തുണ്ട് തോന്നുന്നു. അപ്പോൾ ഇതിനൊരു 10%, ഇതിനൊരു 30% കൊടുക്കാം. ഓക്കെ, ഇതിനൊരു 10%, പിന്നെ നെക്സ്റ്റ് ഇതിനൊരു 30% കൊടുക്കും. അപ്പോൾ ടോട്ടൽ 100%. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഡിസൈൻ നോക്കിയിട്ട് വിടുത്ത് കാൽക്കുലേറ്റ് ചെയ്യാം. നമ്മൾ വിഷ്വലി എങ്ങനെയാണ് കണ്ടൻറ്റിനനുസരിച്ചിട്ട് വിടുത്ത് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഈ ഒരു വിടുത്ത് 30, 20, 10%, 10 പിന്നെ 30% അല്ലേ. അപ്പോൾ അത് ഇവിടെ കൊടുത്ത് നോക്കാം. ഫസ്റ്റത്തെ കോളം ക്ലിക്ക് ചെയ്യാം. പിന്നെ ഈ ലേഔട്ട് ടാബ് ഉണ്ടല്ലോ, അതിൽ ഇതിനൊരു 30 ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. പിന്നെ നെക്സ്റ്റ് അടുത്ത കോളം ക്ലിക്ക് ചെയ്യാം. അതിന് നമ്മൾ 20% കൊടുത്തിട്ടുള്ളത്, അപ്പോൾ ഇവിടെ 20 കൊടുക്കാം. പിന്നെ നെക്സ്റ്റ് രണ്ടിനും നമ്മൾ 10% കൊടുത്തിട്ടുള്ളത്, അപ്പോൾ ഇവിടെ 10 കൊടുക്കുക. ഇവിടെ 10 ടൈപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ലാസ്റ്റത്തതിന് നമ്മൾ 30% കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അതിനും ഒരു 30 കൊടുക്കുന്നുണ്ട്. അപ്പോൾ കണ്ടോ, ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ഇത് കുറച്ച് കുറവാണെന്ന് തോന്നുന്നു. ഈ ഒരു സപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുള്ളത് കുറച്ച് കുറവാണെന്ന് തോന്നുന്നു. അപ്പോൾ പിന്നെ നമുക്ക് ഇവിടുന്ന് വിഷ്വലി റെഡിയാക്കാം. ഇപ്പോൾ ഇത് കുറച്ച് കുറവ്, അതിന് കുറച്ച് കൂടുതൽ വേണം. അപ്പോൾ ഇതിന് ഞാനൊരു 15%, പിന്നെ ഇതിനൊരു 5% കുറക്കുന്നുണ്ട്, ഒരു 25. ഓക്കെ, അപ്പോൾ ഏകദേശം വിഷ്വലി റെഡി ആയിട്ടുണ്ട്. ഈ ഒരു വിഡ്ത്തിനനുസരിച്ചായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ടോപ്പിലുള്ള റോ ക്രിയേറ്റ് ചെയ്തു. പിന്നെ അടുത്തത് താഴെയുള്ള റോ ആണ്. താഴെയുള്ള റോ പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു പ്ലെയിൻ കണ്ടൻ്റാണ് വരുന്നത്. അതിന് ഒരു ലിങ്ക് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ജസ്റ്റ് അവിടെ ഒരു ടെക്സ്റ്റ് ഫീൽഡ് ഇട്ട് കൊടുത്താൽ മതി താഴെയുള്ളതിന്. അപ്പോൾ നമുക്ക് ഇതിലോരോ കണ്ടൻറ്റ് ആഡ് ചെയ്ത് നോക്കാം. അതിൻ്റെ മുമ്പ് ഇവിടെ കുറച്ച് ഗ്യാപ്പ് ഉണ്ടല്ലോ ടോപ്പിൽ, അപ്പോൾ ആ ഗ്യാപ്പ് നമുക്ക് ഇവിടെ കൊടുക്കാം. ഈ ഒരു മെയിൻ കണ്ടെയ്നറിന് പാഡിങ് ടോപ്പ് കൊടുത്താൽ മതി. അപ്പോൾ ഒരു 100 പിക്സൽ കൊടുത്താൽ മതി. ഏകദേശം കണ്ടിട്ട് നിങ്ങൾക്ക് കറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ജസ്റ്റ് ഒരു ബോക്സ് വരച്ച് നോക്കാം. ഇതിന് ഹൈറ്റ് 111 പിക്സലാണ്. അപ്പോൾ ഏകദേശം 100 പിക്സലാണ് വരിക. അപ്പോൾ ആ 100 പിക്സലിന് 100 പിക്സൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ അതിൻ്റെ താഴോട്ട് അത് നമുക്ക് ഈ ഒരു റോക്ക് കൊടുക്കാം. ഈ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ഇതിൻ്റെ ടോപ്പിലും ബോട്ടത്തുള്ള ഗ്യാപ്പ് നമുക്ക് താഴത്തെ റോക്ക് കൊടുക്കാം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഈ ഒരു ലോഗോ ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യാം. ഞാനിപ്പോൾ PNG ആക്കിയിട്ടാണ് എക്സ്പോർട്ട് ചെയ്യുന്നത്. ജസ്റ്റ് ലോഗോ ഫൂട്ടറിന് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ പേര്
പിന്നെ ബാക്കി ഫുള്ള് നമുക്ക് ടെക്സ്റ്റായിട്ടാണ് ആഡ് ചെയ്യുള്ളത്. പിന്നെ ഈ സോഷ്യൽ വിഡ്ജറ്റ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് എക്സ്പോർട്ട് ചെയ്യുക. ഞാനിപ്പോൾ ഇത് എക്സ്പോർട്ട് ചെയ്യണില്ല, കാരണം എലമെൻറ്ററിൽ ഓൾറെഡി അവൈലബിൾ ആണ്. അത് നമുക്ക് ഈ രീതിയിൽ ഡിസൈൻ ചെയ്യാൻ പറ്റും, സോഷ്യൽ വിഡ്ജറ്റ്. പിന്നെ ഈ ഐക്കൺസ് നമുക്കിപ്പോൾ തൽക്കാലം ഞാൻ എലമെൻറ്ററിൽ നമുക്ക് ഐക്കൺസ് കിട്ടും, ഫ്രീ ആയിട്ട് കുറച്ച് ഐക്കൺസ് കിട്ടും. അപ്പോൾ അതിൽ നിന്നുള്ള കുറച്ച് ഐക്കൺസാണ് ഞാൻ ഇതായിട്ട് യൂസ് ചെയ്യാൻ പോണത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ വേണ്ടത് ഒരു ലോഗോയും പിന്നെ ഒരു ടെക്സ്റ്റും പിന്നെ സോഷ്യൽ മീഡിയ ഐക്കൺസും. അപ്പോൾ ചെയ്യാം. ലോഗോ ചെയ്യാൻ ഞാൻ പറഞ്ഞ പോലെ ഒരു ഇമേജ് വിഡ്ജറ്റ് കൊടുക്കുക, ചൂസ് ഇമേജ് കൊടുത്തിട്ട് അപ്ലോഡ് ചെയ്യാം. അവിടുന്ന് ഡൗൺലോഡ് ചെയ്ത ലോഗോ ഇവിടെ അപ്ലോഡ് ചെയ്യാം. എന്നിട്ട് ലെഫ്റ്റ് അലൈൻ ആക്കാൻ സ്റ്റൈലിൽ പോയിട്ട് ലെഫ്റ്റ് കൊടുക്കുക. പിന്നെ ഒരു ടെക്സ്റ്റ് വിഡ്ജറ്റാണല്ലോ നെക്സ്റ്റ് വരുന്നത്. അപ്പോൾ ഈ ടെക്സ്റ്റ് ഇന്ന് കോപ്പി ചെയ്യാം. അത് ഡെമോ ടെക്സ്റ്റ് ആണ്, എന്നാലും നമ്മൾ ഫസ്റ്റ് ഡിസൈനിലുള്ള പോലെയാണല്ലോ ചെയ്യാൻ പോണത്. എന്നിട്ട് ഈ ഒരു ടെക്സ്റ്റ് എഡിറ്റർ ഉണ്ടല്ലോ, നമ്മൾ പാരഗ്രാഫിനൊക്കെ ഈ ഒരു ടെക്സ്റ്റ് എഡിറ്റർ എന്ന് പറഞ്ഞ വിഡ്ജറ്റാണ് യൂസ് ചെയ്യുന്നത്. പാരഗ്രാഫ് എവിടെ കൊടുക്കേണ്ടി വന്നാലും ടെക്സ്റ്റ് എഡിറ്റർ ജസ്റ്റ് ഡ്രാഗ് ചെയ്തിടാം. സോറി, അത് ഇതിൻ്റെ പുറത്താണ് വന്നത്. നമ്മൾ വിഷ്വലി ഡ്രാഗ് ചെയ്തിടുമ്പോൾ ചിലപ്പം കറക്റ്റ് കോളത്തിലേക്ക് തന്നെ ആവില്ല പ്ലേസ് ആവുക, നമ്മളൊരു വിഡ്ജറ്റ് വിഷ്വലി ഇവിടെ നിന്ന് ഡ്രാഗ് ചെയ്തിടുമ്പോൾ. അപ്പോൾ എന്ത് ചെയ്യുക വെച്ചാൽ സ്ട്രക്ചർ എടുത്തിട്ട് ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇത് എവിടെയൊക്കെ എടുക്കുന്നത്. ഇത് ഈ നമ്മൾ റോ ക്രിയേറ്റ് ചെയ്തില്ല, അതിൻ്റെ പുറത്താണ് ഇത് എടുക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ കോളത്തിൻ്റെ പുറത്തായിട്ടാണ് ഇതൊക്കെ എടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ഡ്രാഗ് ചെയ്തിട്ട് ഈ കോളത്തിൻ്റെ ഉള്ളിലുണ്ട്. ഓക്കെ, പിന്നെ ഈ ലോഗോ നമുക്ക് മുകൾക്കാക്കണം. അപ്പോൾ ഇത് മേലേക്ക് ഇടാം. ഓക്കെ, അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ലോഗോ പ്ലേസ് ചെയ്തു, ഈ ഒരു പാരഗ്രാഫ് പ്ലേസ് ചെയ്തു. പിന്നെ ഇത്രയും 2 ലൈനല്ലേ വരുന്നത്, 2 ലൈനല്ല, ആ ഒരു കണ്ടൻറ്റ് കിട്ടിയാൽ മതി ഇവിടെ. പിന്നെ നമുക്ക് ഇതിൻ്റെ സ്റ്റൈല് നോക്കാം. ഇതിൻ്റെ ഫോണ്ട് പോപ്പിൻസാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പോപ്പിൻസ് ഗൂഗിൾ ഫോണ്ട് തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ഫോണ്ട് സൈസ് നോക്കാം, 15.78 പിക്സലാണ്. അതൊരു 16 കൊടുക്കാം നമുക്ക്. ഓക്കെ, പിന്നെ ലൈൻ ഹൈറ്റ് വരുന്നത് 29 പിക്സലാണ്. ഇതൊക്കെ പിക്സലിലാണ് കേട്ടോ നമ്മൾ നോക്കുക, 29 പിക്സൽ. പിന്നെ കളറ് വരുന്നത്, കളറിൻ്റെ ഹെക്സാ കോഡ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇവിടെ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഈ ഒരു ടെക്സ്റ്റിൻ്റെ വിഡ്ജറ്റ് സെലക്ട് ചെയ്യാം, സ്റ്റൈലിൽ പോവാം, കോണ്ടൻറ്റ് ഇവിടെ പേസ്റ്റ് ചെയ്യാം, പിന്നെ സ്റ്റൈലിൽ പോവാം, പിന്നെ ജസ്റ്റ് ടൈപ്പോഗ്രാഫി എടുക്കുക. ഫോണ്ട് വരുന്നത് പോപ്പിൻസ് ആണ്. അപ്പോൾ ഇവിടെ പോപ്പിൻസ് ഗൂഗിൾ ഫോണ്ട് ഓൾറെഡി എലമെൻറ്ററിൻ്റെ കൂടെ നമുക്ക് ലിങ്ക് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, പിന്നെ ഫോണ്ട് സൈസ് ഒരു 16 പിക്സൽ കൊടുക്കുക. പിന്നെ ഫോണ്ട് വെയിറ്റ് നോർമൽ തന്നെയാണ്. ലൈൻ ഹൈറ്റ് 26 പിക്സലായിരുന്നു അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ കളറിൻ്റെ ഹെക്സാ കോഡ് ഞാൻ കോപ്പി ചെയ്തിട്ടുണ്ട്, അപ്പോൾ ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കും. ഇത് ബ്ലാക്ക് ആയിട്ട് വന്നിട്ടുള്ളത്, അതിൻ്റെ കൂടെ ഒരു ഹാഷ് ഇല്ലാത്തതുകൊണ്ടാണ്. കളർ ഹെക്സാ കോഡിൻ്റെ കൂടെ എപ്പോഴും ഒരു ഹാഷ് ഉണ്ടാവും. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ഇത് കണ്ടോ, ഇവിടെ ഈ ഒരു ടെക്സ്റ്റിൻ്റെ മുകൾക്ക് കുറച്ച് ഗ്യാപ്പ് ഉണ്ട്, കുറച്ച് മാർജിൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കൊടുക്കാം. അപ്പോൾ മാർജിനും പാഡിങ്ങും ഒക്കെ വരുന്നത് ഈ അഡ്വാൻസ്ഡ് ടാബിലാണ്. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ലോക്ക് ലിങ്ക് ചെയ്തിട്ടുള്ളത് ഒഴിവാക്കുക. ഈ ലിങ്ക് എന്തിനാന്ന് വെച്ചാൽ ഇവിടെ കൊടുക്കുമ്പോൾ എല്ലാ സൈഡും ഈക്വലായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കിപ്പോൾ ടോപ്പിൽ മാത്രം കൊടുത്താൽ പോലെ. അപ്പോൾ മാർജിൻ ടോപ്പ് ഒരു 20 പിക്സൽ കൊടുക്കുന്നുണ്ട് ഞാൻ. അത് നമ്മൾ വിഷ്വലി നോക്കിയാൽ മതി, ഏകദേശം നമുക്ക് നോക്കിയാൽ മനസ്സിലാവില്ല എത്രയാണെന്നുള്ളത്. ഓക്കെ, പിന്നെ അതിൻ്റെ താഴെ ഒരു സോഷ്യൽ മീഡിയ വിഡ്ജറ്റും കൂടെ ഉണ്ട്. അപ്പോൾ ഇവിടെ ആഡ് എലമെൻറ്റ് കൊടുക്കുക. പിന്നെ വിഷ്വലിൽ നിന്ന് സെർച്ച് ചെയ്താൽ ഒരു വിഡ്ജറ്റ് കാണാം, കണ്ടോ, സോഷ്യൽ ഐക്കൺസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത് ഡ്രാഗ് ചെയ്തിടുക. ഇവിടെ നോക്കുക, ഡ്രാഗ് ചെയ്തിടുമ്പോൾ കറക്റ്റ് ഇതിൻ്റെ കോളത്തിൻ്റെ ഉള്ളിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അത് ഡ്രാഗ് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ സ്റ്റൈല് മാറ്റിയിട്ട് ഈ ഒരു സ്റ്റൈലാക്കാൻ പറ്റും. ഇതിൻ്റെ പ്രൈമറി കളറ് ഒരു വൈറ്റ് വന്നിട്ട് ഒരു വൈറ്റ് ബോർഡർ അല്ല ഇതിനുള്ളത്. അപ്പോൾ ഇവിടെ അലൈൻമെൻറ്റ് നോക്കുക. അലൈൻമെൻറ്റ് നമുക്ക് ലെഫ്റ്റ് അലൈനായിട്ടാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ അലൈൻമെൻറ്റ് സെറ്റ് ചെയ്തു. പിന്നെ സ്റ്റൈൽ ടാബ് എടുക്കുക.
സ്റ്റൈൽ ടാബിൽ കളർ കസ്റ്റമായിട്ട് കൊടുക്കാം. നമുക്ക് കസ്റ്റം വൈറ്റ് മാത്രമല്ലേ ഉള്ളൂ. പിന്നെ ഈ ഒരു സ്റ്റൈൽ ചിലപ്പോൾ ഓരോ വിഡ്ജറ്റിനും ഓരോ പോലെ ആവട്ടെ. അതാണ് ഞാൻ മൊത്തത്തിൽ പറയാത്തത്. ഓരോ വിഡ്ജറ്റും നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഈ 3 ടാബ് ഒന്ന് എടുത്ത് നോക്കിയാൽ നമുക്ക് തന്നെ മനസ്സിലാവും കോമൺ ആയിട്ട് എന്തൊക്കെയാണ് സ്റ്റൈൽ വരുന്നത് എന്നുള്ളത്. ഓക്കെ, കളറിപ്പോൾ ഞാൻ ഒഫീഷ്യൽ കളർ ഒഴിവാക്കിയിട്ട് കസ്റ്റമായിട്ട് കൊടുത്ത്, എന്നിട്ട് പ്രൈമറി കളർ കൊടുക്കുമ്പോൾ കണ്ടോ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടാണ് പോകുന്നത്. അപ്പോൾ പ്രൈമറി കളറല്ല നമുക്ക് മാറ്റാനുള്ളത്. അത് ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നമുക്കൊന്നും വേണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ ആ കളറിൻ്റെ ഒപ്പാസിറ്റി ഇവിടെ കുറച്ച് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ആ കളർ പോയി. പിന്നെ സെക്കൻഡറി കളർ ആണ് ഈ ഒരു കളർ വരുന്നത്, ഐക്കണിൻ്റെ കളർ. അപ്പോൾ അത് വൈറ്റ് ആക്കി കൊടുക്കുക. പിന്നെ നമുക്ക് വരുന്നത് ഒരു ബോർഡർ വരുന്നുണ്ടല്ലോ. അപ്പോൾ ബോർഡർ ടൈപ്പ് കണ്ടോ, ബോർഡർ ടൈപ്പ് ഇവിടെ സോളിഡ് കൊടുക്കുക. അപ്പോൾ അതിനൊരു ബോർഡർ വരും. പിന്നെ ബോർഡർ വിഡ്ത്ത് ഒരു 1 പിക്സൽ കൊടുക്കുക. പിന്നെ ബോർഡർ കളർ വൈറ്റ് കൊടുക്കുക. പിന്നെ ബോർഡർ റേഡിയസ് ഉണ്ടല്ലോ, ഇതൊരു റൗണ്ട് ആക്കണ്ടേ. അപ്പോൾ അതൊരു 50 പിക്സൽ കൊടുത്താൽ മതി. അപ്പോൾ പക്ക റൗണ്ടാവും. ഓക്കെ, പിന്നെ ഒന്നും കൂടെ വിഷ്വലി കറക്റ്റ് ആവാൻ ഇവിടെ ഇതിൻ്റെ ഇടയിൽ കുറച്ച് സ്പേസ്, പിന്നെ ഓരോ ഐക്കൺസ് തമ്മിൽ കുറച്ച് സ്പേസ് കൊടുത്താൽ പോരെ. അപ്പോൾ ഞാൻ ഇതിൻ്റെ സൈസ് ഒന്ന് കുറക്കണുണ്ട്, ഒരു 15. നമ്മൾ വിഷ്വലി നോക്കുക, ഒരു 16 പിക്സൽ ഇത്ര മതിയാവും. പിന്നെ സ്പേസ് ബിറ്റ്വീൻ, ഈ ഒരു സ്പേസിങ്ങിൽ നമുക്ക് ഓരോ ഐക്കണ് തമ്മിലുള്ള സ്പേസ് സെറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ വിഷ്വലി നോക്കിയാൽ മതി ഡിസൈന് എങ്ങനെയാണെന്നുള്ളത്, എന്നിട്ട് അതുപോലെ ആക്കുക. പിന്നെ ഇവിടെ ടോപ്പിലേക്ക് കുറച്ചും കൂടെ സ്പേസ് കൊടുക്കേണ്ടി വരും. ഒരു 10 പിക്സൽ ടോപ്പിലേക്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു കോളം റെഡിയായി. നെക്സ്റ്റ് നമുക്ക് ഈ ഒരു ബാക്കിയുള്ള കോളംസാണ്. അപ്പോൾ ഇത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു ടൈറ്റിലും പിന്നെ താഴെ ഒരു ലിസ്റ്റുമാണ് വരുന്നത്. അപ്പോൾ ഈ ഒന്ന് ഡിസൈൻ ചെയ്താൽ ഈ 4 കോളം നമുക്ക് അതുപോലെ ചെയ്യാൻ പറ്റും. പിന്നെ ഈ 4ാമത്തെ കോളത്തിൽ ഒരു ഐക്കൺ എക്സ്ട്രാ വരണുണ്ടെന്നുള്ളൂ. ആദ്യം ഈ ഒരു ടൈറ്റിൽ ഡിസൈൻ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആഡ് എലമെൻ്റ് കൊടുക്കുക. ഹെഡിങ് വിഡ്ജറ്റ് ഉണ്ട്, അത് ഇവിടെ കൊടുന്ന് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ടൈറ്റിൽ നമുക്ക് കോപ്പി എടുക്കാം. സർവീസസ് എന്നുള്ളത് ഞാൻ കോപ്പി എടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കി അതിൻ്റെ ഡിസൈന് നോക്കാം. ഇതിന് ഈ ഒരു ഫോണ്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫോണ്ട് കോപ്പി എടുക്കാം. ഇതിൻ്റെ സ്റ്റൈൽ ടാബിൽ വരിക, ആ ഒരു ഫോണ്ട് ഇവിടെ പേസ്റ്റ് ചെയ്യുക. അതും ഗൂഗിൾ ഫോണ്ട് തന്നെയാണ്. പിന്നെ അതിൻ്റെ ഫോണ്ട് സൈസ് ഇതൊരു 19 പിക്സലാണ് വരുന്നത്. നമുക്കൊരു 20 പിക്സൽ 19 പോയിൻ്റ് സംതിങ് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊരു 20 പിക്സൽ കൊടുക്കാം. പിന്നെ ഒരു 22 പിക്സലാണ് ലൈൻ ഹൈറ്റ് വരുന്നത്. പിന്നെ കളറ് വൈറ്റാണ്. ഈ എഫ് എന്നുള്ളത് വൈറ്റ് കളറിൻ്റെ ഹെക്സാകോഡാണ്. ഓക്കെ, അപ്പോൾ ഫോണ്ട് സൈസ് ഞാൻ 20 പിക്സൽ കൊടുക്കുന്നുണ്ട്. ലൈൻ ഹൈറ്റ് ഒരു 22 കൊടുക്കുന്നുണ്ട്, 21 മതി അവിടെ. ഓക്കെ, കളറ് വൈറ്റ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഫോണ്ട് സ്റ്റൈല് ബോൾഡാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ബോൾഡ് കൊടുക്കുക. പിന്നെ നമ്മൾ ഇവിടെ പേസ്റ്റ് ചെയ്ത ടൈമിൽ ഫസ്റ്റ് ലെറ്റർ കണ്ടോ, അത് സ്മോൾ ലെറ്റർ അല്ല വന്നിട്ടുള്ളത്. അപ്പോൾ അത് ക്യാപിറ്റൽ ലെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് CSS സ്റ്റൈലിൽ തന്നെ ഒരു ഓപ്ഷൻ ഉണ്ട്, ടെക്സ്റ്റ് ട്രാൻസ്ഫോം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ക്യാപിറ്റലൈസ് കൊടുത്താൽ ഫസ്റ്റ് ലെറ്റർ എപ്പോഴും ക്യാപിറ്റലാവും. ഓക്കെ, അപ്പോൾ ഈ ഒരു ടൈറ്റിൽ ആഡ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു 4 കോളത്തിനും സെയിം ടൈറ്റിൽ പോലെ സെയിം സ്റ്റൈൽ. അപ്പോൾ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. എന്നിട്ട് ഓരോ കോളത്തിൽ പ്ലേസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഓരോ കണ്ടൻറ്റ് മാറ്റാൻ പോകണം നമ്മൾ. കമ്പനി സപ്പോർട്ട് കോണ്ടാക്റ്റസ് എന്നല്ല വരുന്നത്. ഇപ്പോൾ കമ്പനി സപ്പോർട്ട് പിന്നെ കോണ്ടാക്റ്റസ്.
ഓക്കെ, അപ്പോൾ അത്രയും റെഡിയായി. പിന്നെ നമുക്ക് ഈ ഒരു ലിസ്റ്റാണ് ഡിസൈൻ ചെയ്യാനുള്ളത്. ഈ ഒരു ലിസ്റ്റ്, ഇതിൻ്റെ ഫോണ്ട് സെയിമാണ് വരുന്നത്. ഫോണ്ട് സൈസ് 18 പിക്സൽ, കളറ് ഈ ഒരു CE എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതിന് ആഡ് എലമെൻറ്റ് കൊടുക്കാം. അതിന് വേറൊരു ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു വിഡ്ജറ്റ് ഉണ്ട്. നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന എല്ലാ വിഡ്ജറ്റും എല്ലാ പ്രൊജക്റ്റിലും നമുക്ക് ആവശ്യമുള്ളതാവും കേട്ടോ. ഐക്കൺ ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു വിഡ്ജറ്റ് ഉണ്ട്, ഡ്രാഗ് ചെയ്തിട്ട് കൊടുക്കാം. അതും ഇപ്പോൾ ഇവിടെ പുറത്താണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് ഇവിടുന്ന് ഡ്രാഗ് ചെയ്തിട്ട് കോളത്തിനകത്തിട്ടിട്ട് ഈ ഒരു ഹെഡിങ് നമുക്ക് ടോപ്പിലിടാം. ഈ സ്ട്രക്ചർ യൂസ് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്യുമ്പോൾ ഒന്നും കൂടെ നമുക്ക് മനസ്സിലാവും കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഇതൊരു ഐക്കൺ ലിസ്റ്റാണ്. ഇത് നമുക്ക് ഡിസൈൻ ചെയ്തിട്ട് ഈ ഒരു രീതിയിൽ ആക്കാൻ പറ്റും. സിമ്പിളാണ്. ഇതിൻ്റെ ഐക്കൺ ഇവിടെ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. എന്നിട്ട് ഈ ഒരു ഓരോ ടെക്സ്റ്റ് നമുക്ക് ആദ്യം കണ്ടൻറ്റ് കൊടുക്കാം. ജസ്റ്റ് ഞാൻ ഓരോന്ന് കോപ്പി പേസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇത്രയും മതിയാവും ഡിസൈൻ ചെയ്യാനല്ലേ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ ഒരു ഗ്യാപ്പ് കണ്ടോ, ഇവിടെ കുറച്ച് ഗ്യാപ്പ് ഉണ്ട്, അത് കൊടുക്കുക. അതൊരു 30 പിക്സൽ, മാർജിൻ ടോപ്പ് ഒരു 30 പിക്സൽ വേണ്ടി വരും. ഓക്കെ, പിന്നെ വരുന്നത് ഇതിനിടയിൽ കുറച്ച് ഗ്യാപ്പ് ഉണ്ട്. പിന്നെ ഈ ഒരു ടെക്സ്റ്റ്, അതിൻ്റെ ടൈപ്പോഗ്രഫി നമുക്ക് ഫസ്റ്റ് റെഡിയാക്കാം. അതിൻ്റെ കളറിൻ്റെ ഹെക്സാ കോഡ് ഞാൻ കോപ്പി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും ഈ ഒരു സ്റ്റൈൽ ടാബിലാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നത്. ഐക്കണ് നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ടല്ലോ, അപ്പോൾ ഐക്കണിൻ്റെ ഡിസൈന് ഇതിലിപ്പോൾ കൊടുക്കേണ്ട ആവശ്യമില്ല. ടെക്സ്റ്റ് എടുത്തിട്ട് ടെക്സ്റ്റിൻ്റെ കളർ കണ്ടോ, കളറിൻ്റെ നമ്മൾ കോപ്പി ചെയ്ത് ഹെക്സാ കോഡ് അവിടെ പേസ്റ്റ് ചെയ്യാം. പിന്നെ അതിൻ്റെ ഫോണ്ടിൻ്റെ പേര്, പിന്നെ ഫോണ്ട് സൈസ് 18 പിക്സലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ടൈപ്പോഗ്രഫി ക്ലിക്ക് ചെയ്യാം, ഫോണ്ടിൻ്റെ പേര് നമ്മളിവിടെ പേസ്റ്റ് ചെയ്യാം. പിന്നെ 18 പിക്സലാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഇടയിലുള്ള കുറച്ച് ഗ്യാപ്പ് ഉണ്ടല്ലോ, അതും കൂടെ കൊടുക്കുക. അത് ഇവിടെ ലിസ്റ്റിൽ സ്പേസ് ബിറ്റ്വീൻ എന്ന് പറഞ്ഞിട്ട് കണ്ടോ, ജസ്റ്റ് ഒരു 10 കൊടുത്തിട്ട് ഞാനൊന്ന് കൂട്ടി നോക്കിയാൽ മതി. ഒരു 14 പിക്സൽ, ഏകദേശം ഒരു 14 പിക്സലാണ്. ഇത്ര ഗ്യാപ്പല്ല അവിടെ വരുന്നത്. അപ്പോൾ ഇത് സെറ്റ് ചെയ്തു. നെക്സ്റ്റ് നമുക്ക് ഈ ഒരു 3 കോളത്തിലും ഈ ഒരു ലിസ്റ്റാണ് ആവശ്യമുള്ളത്. അപ്പോൾ അത് ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് ഓരോ കോളത്തിൽ പ്ലേസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ എല്ലാ കോളത്തിലും ആയിട്ടുണ്ട്. കുറച്ച് സ്പേസ് ഇവിടെ കുറച്ച് ഇവിടെ ഒരു കൺജസ്റ്റഡ് ആയെന്ന് തോന്നുന്നു. നമുക്ക് ഈ കണ്ടൻറ്റ് ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. ഏകദേശം ഓക്കെയാണ്. കണ്ടൻറ്റ് ആഡ് ചെയ്യുമ്പോൾ അത്രയും ലെങ്ത് ഉള്ള ലിസ്റ്റ് ആയതുകൊണ്ടാണ് തോന്നുന്നു. ഓക്കെ, ഇത് ഏകദേശം ഓക്കെയാണ്. പിന്നെ ഓരോ നമ്മളിപ്പോൾ അത് ഡീഫോൾട്ട് കണ്ടെയ്നർ വിടുത്തല്ല എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് കുറച്ചും കൂടെ സൈസ് ഉണ്ടാവും. ഇതിൻ്റെ കണ്ടെയ്നർ ചിലപ്പോൾ 1440 പിക്സലൊക്കെ വരും. കണ്ടോ, ഇതിന് 1400 പിക്സലുണ്ട് ഈ ഒരു കണ്ടെയ്നറിൻ്റെ വിടുത്ത് ഡിസൈനിലുള്ള. അപ്പോൾ ഇത് 1100 പിക്സലാണ് നമ്മളെ കണ്ടെയ്നർ വരുന്നത്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു കൺജസ്റ്റഡ് ഫീൽ ചെയ്യും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ സൈസ് ഒന്ന് കുറച്ച് കൊടുക്കാം. ഡിസൈനിലുള്ളതിനെക്കാട്ടും 18 പിക്സലല്ലേ,
അത് നമുക്കൊരു 16 പിക്സലാക്കി കൊടുക്കണം. അപ്പോൾ ഒന്നും കൂടെ ആ സൈസ് ഒന്ന് കൺജസ്റ്റഡ് ആയിട്ടുള്ളതൊന്ന് പോയി കിട്ടും. 16 പിക്സലാക്കി കൊടുക്കുന്നുണ്ട് ഞാൻ. നമുക്ക് നമ്മളെ കണ്ടെയ്നറിൻ്റെ വിഡ്ത്തിനനുസരിച്ച് ഇത് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിൻ്റെ ടെക്സ്റ്റ് സൈസൊക്കെ വിഷ്വലി ആ ഒരു ഡിസൈൻ ആയാൽ മതി. ഓക്കെ, സപ്പോർട്ടിൻ്റെ താഴെ കണ്ടൻറ്റ് കുറച്ച് ചേഞ്ച് ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കോളംസ് റെഡി ആയിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് കോണ്ടാക്റ്റേഴ്സ് എന്നുള്ളതാണ്. കോണ്ടാക്റ്റേഴ്സ് ആദ്യം നമുക്ക് ഇതിൻ്റെ കണ്ടൻറ്റ് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു മെയിൽ അതിൽ നമുക്ക് എക്സ്ട്രാ ആഡ് ചെയ്യാനുള്ളത് ആ ഒരു 3 ഐക്കൺസാണ്. ഓക്കെ, അവിടെ 2 നമ്പറുണ്ട്. ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഒരു നമ്പർ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇതിലിപ്പോൾ നമുക്ക് ആഡ് ചെയ്യാനുള്ളത് ഇതിൻ്റെ കൂടെ ഒരു 3 ഐക്കൺ കൂടെ ആഡ് ചെയ്യാനുണ്ട്. ഫസ്റ്റ് ഐക്കൺ ആഡ് ചെയ്ത് നോക്കാം. ഞാൻ ഇപ്പോൾ ഇവിടുന്ന് സേവ് ചെയ്യണമെന്ന് നമുക്ക് എലമെൻ്ററിൽ തന്നെ സെയിം ഐക്കൺസ് കിട്ടും. എൻവെലോപ്പ് എന്നാണ് കേട്ടോ മെയിലിൻ്റെ ഐക്കൺ എന്ന് പറയാം. ഏകദേശം അതിനോട് സെയിം ആയിട്ടുള്ള ഒരു ഐക്കൺ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഫോണിൻ്റെ ഐക്കൺ ഈ ഒരു ഐക്കണാണ് വരുന്നത്. ഇവിടെ ഫോണെന്ന് സെർച്ച് ചെയ്ത് കൊടുത്താൽ മതിയാവും. നമുക്കിവിടെ ഫീൽഡ് ഐക്കണാണ് അവൈലബിൾ, അത് കൊടുക്കാം. പിന്നെ ഒരു മാപ്പിൻ്റെ ഐക്കണും കൂടെ വരുന്നുണ്ട്. ജസ്റ്റ് ഇവിടെ മാപ്പ് എന്ന് സെർച്ച് ചെയ്താൽ ഏകദേശം ഒരു ഐക്കൺ കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു അതിൻ്റെ കളർ ചേഞ്ച് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. കുറച്ച് ഫോണ്ട് സൈസ് കൂട്ടാനുണ്ട് തോന്നുന്നു. പിന്നെ ഇത് കണ്ടോ, മെയിൽ കൊടുക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് ക്യാപിറ്റൽ കൊടുക്കില്ല. അപ്പോൾ നമ്മൾ ഈ ടെക്സ്റ്റിൽ പോയിട്ട് ഈ ട്രാൻസ്ഫോം ഉണ്ടല്ലോ അത് ഡീഫോൾട്ടാക്കി ഇട്ട് കൊടുക്കാം. ഓക്കെ, പിന്നെ ഐക്കണിൻ്റെ കളർ മാറ്റാൻ സ്റ്റൈലിൽ ഐക്കൺ എന്ന് പറഞ്ഞിട്ടൊരു ഡ്രോപ്പ് ഡൗൺ ഉണ്ടാവും. അവിടെ പോയിട്ട് ഇത് വൈറ്റാക്കി കൊടുത്താൽ മതി. പിന്നെ ഫോണ്ട് സൈസ് ഐക്കണിൻ്റെ സൈസ് 1 പിക്സൽ ഞാൻ കൂട്ടിയിട്ടുണ്ട്. ഏകദേശം വിഷ്വലി നമ്മളെ ഡിസൈനുള്ള പോലെ ആയല്ലോ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ താഴെയുള്ള ഈ ഒരു കണ്ടൻറ് ഉണ്ടല്ലോ അത് നമുക്ക് ഒറ്റ സിംഗിൾ വിഡ്ജറ്റിൽ കൊടുക്കാൻ പറ്റും. പറഞ്ഞുതരാം. അതിൻ്റെ മുമ്പ് ഈ ഒരു റോ ഉണ്ടല്ലോ നമ്മൾ രണ്ടാമത് ക്രിയേറ്റ് ചെയ്ത റോ, അതിന് കുറച്ച് സ്പേസ് കൊടുക്കണം. ടോപ്പിൽ ഇവിടെ ഉണ്ട്, അതിൻ്റെ ടോപ്പിലേക്ക് കുറച്ച് സ്പേസ് ഉണ്ട്. അപ്പോൾ ഒന്നുകിൽ ഇതിന് ടോപ്പിലേക്ക് മാർജിൻ കൊടുക്കുക, അല്ലെങ്കിൽ ടോപ്പിലുള്ള റോ ഉണ്ടല്ലോ അതിന് പാഡിങ് ബോട്ടമായിട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് ടോപ്പിലുള്ള റോക്ക് പാഡിങ് ബോട്ടം കൊടുക്കാം. അപ്പോൾ ആദ്യം ഈ ഒരു റോ ക്ലിക്ക് ചെയ്യാം. നമ്മൾ ഇതിൻ്റെ ഒരു റോ ക്രിയേറ്റ് ചെയ്തല്ലേ ഈ കോളംസിന്, അപ്പോൾ അതിന് പാഡിങ് ബോട്ടം കൊടുക്കുക. ഒരു 80 പിക്സൽ കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഈ ഒരു റോ ഉണ്ടല്ലോ നമുക്ക് ഈ ഒരു കോപ്പിറൈറ്റ് ടെക്സ്റ്റ് ചെയ്താണ് അതിൻ്റെ ടോപ്പിലും ബോട്ടം കുറച്ച് സ്പേസ് ഉണ്ടല്ലോ, അപ്പോൾ അതിന് നമുക്കൊരു 20 പിക്സൽ ടോപ്പും ബോട്ടം 20 പിക്സൽ ഇട്ട് കൊടുക്കാം. പിന്നെ അതിനൊരു ബോർഡർ വരുന്നുണ്ട്, ഒരു 1 പിക്സൽ, ഏകദേശം ഒരു 1 പിക്സൽ ബോർഡർ വരുന്നുണ്ട്. ടോപ്പിൽ ഇവിടെ ഒരു ലൈൻ ഉണ്ടല്ലോ, അപ്പോൾ അതിന് നമ്മൾ ഈ ഒരു കോളം ക്ലിക്ക് ചെയ്യാം. കോളം ക്ലിക്ക് ചെയ്തിട്ട് സ്റ്റൈൽ ടാബിൽ പോയാൽ കണ്ടോ ബോർഡർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ബോർഡർ ക്ലിക്ക് ചെയ്തിട്ട് ബോർഡർ ടൈപ്പ് സോളിഡ് കൊടുക്കുക. പിന്നെ ബോർഡർ വിഡ്ത്ത് ടോപ്പിൽ മാത്രം മതി. അപ്പോൾ ഈ ഒരു ലോക്ക് റിമൂവ് ചെയ്യാം കേട്ടോ. ടോപ്പിൽ ഒരു 1 പിക്സൽ കൊടുക്കുക. പിന്നെ കളറ്
വൈറ്റ് കൊടുത്തിട്ട് വൈറ്റിൻ്റെ ഒപ്പാസിറ്റി കുറച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് ആ ഒരു തിക്നെസ് കുറഞ്ഞു കിട്ടും. പിന്നെ ബോർഡർ റേഡിയസ് നമുക്കൊന്നും ചെയ്യാനില്ല. പിന്നെ നെക്സ്റ്റ് ഒരു ടെക്സ്റ്റ് വിഡ്ജറ്റ് പേസ്റ്റ് ചെയ്യാം അവിടെ. എന്നിട്ട് അതിന് ഈ ഒരു സ്റ്റൈലുണ്ടല്ലോ, ഇതിൻ്റെ സ്റ്റൈൽ കൊടുക്കാം. ഇതിൻ്റെ കളർ വരുന്നത് ഈ ഒരു സി എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ ടെക്സ്റ്റ് ലൈന് സെൻറ്ററാണ് വരുന്നത്. ഇതിൻ്റെ സ്റ്റൈൽ ടാബ് എടുക്കുക, അലൈൻമെൻറ്റ് സെൻറ്റർ കൊടുക്കുക, പിന്നെ കളർ ആ ഒരു ഹെക്സാകോഡ് പ്ലേസ് അവിടെ പേസ്റ്റ് ചെയ്യുക. പിന്നെ അതിൻ്റെ ഫോണ്ട് പോപ്പിൻസ് ആണ് വരുന്നത്. പിന്നെ ഒരു 16 പിക്സലാണ് ഫോണ്ട് സൈസ് വരുന്നത്. അങ്ങനെ ഓരോന്നാണ് ഡിസൈൻ നോക്കിയിട്ട് തന്നെ ഓരോ കാര്യങ്ങൾ ചെയ്യാം. പോപ്പിൻസ് 16 പിക്സൽ, ലൈൻ ഹൈറ്റ് ഒരു 29 പിക്സലുണ്ട്. 29ൻ്റെ ആവശ്യം ഉണ്ടാവില്ല. പിന്നെ നമുക്ക് ഈ ഒരു ടെക്സ്റ്റ് അവിടെ കോപ്പി ചെയ്തിട്ട് കൊടുക്കാം. ഓക്കെ, ഇവിടെ ഇപ്പോൾ ജസ്റ്റ് ലിങ്ക് ഒന്നും ചെയ്യണ്ട. ഈ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ നമുക്ക് ലിങ്ക് ചെയ്യേണ്ട ആവശ്യം വരും വേറെ പേജിലേക്ക്. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ ചെയ്യാൻ പറ്റും. ഇൻസർട്ട് ലിങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ തന്നെ ഒരു ലിങ്ക് ആഡ് ചെയ്യാൻ പറ്റും നമുക്ക്. ക്ലിക്ക് ചെയ്യുമ്പോൾ വേറെ പേജിലേക്ക് പോകുന്ന രീതിയിൽ. അപ്പോൾ അതൊന്നും കൊടുക്കണ്ട. ജസ്റ്റ് അതിൻ്റെ കൂടെ ഒരു ടെക്സ്റ്റും കൂടെ ഉണ്ട്. ഇതും കൂടെ ഞാൻ അതിൻ്റെ കൂടെ തന്നെ പേസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫൂട്ടറിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ടാബ് വെബ്സൈറ്റ് എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ടാബ് റീഫ്രഷ്. പിന്നെ ഇവിടെ നമ്മൾ പബ്ലിഷ് കൊടുക്കണം കേട്ടോ. ഓരോ എഡിറ്റ് ചെയ്യുമ്പോഴും ഇവിടെ ഒരു പബ്ലിഷ് ബട്ടൺ ഉണ്ട്. അത് ഇടയ്ക്കിടയ്ക്ക് കൊടുക്കാവും നല്ലത്. ഓക്കെ, റീഫ്രഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ ഹെഡറും ഫൂട്ടറും റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ഇതിപ്പോൾ എല്ലാ പേജിലും ഡിസ്പ്ലേ ആവും ഈ ഹെഡറും ഫൂട്ടറും. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് പേജ് ബിൽഡ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ അത് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം.